അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഞാനിപ്പോൾ കറണ്ടിലുള്ളത് സമർഖണ്ഡിലാണ്. സമർഖണ്ഡിൽ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കമൊക്കെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സമർഖണ്ഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറെ കുറച്ച് ഏൻഷ്യൻ്റ് ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകും. 3-ാം നമ്പർ ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകും. അവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറച്ച് ഒരു ഹാപ്പനിങ് പ്ലേസ് കണക്കാണ്. കുറച്ച് കടകളും ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാമൊക്കെ നമുക്ക് കണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് നമ്മൾ ട്രാമിൽ കയറിയിട്ട്, ട്രാമും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമല്ലോ, ട്രാമിൽ കയറിയിട്ട് നമ്മൾ നേരെ സിഒ ബസാറിൽ വരും. സിഒ ബസാറാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെ നമുക്ക് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേയധികം ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കവർ ചെയ്യണം. അതെല്ലാം കവർ ചെയ്ത് സിഒ ബസാർ കവർ ചെയ്യണം. സമർഖണ്ഡിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് സിഒ ബസാർ. സിഒ ബസാറും ചോർസു ബസാറും ഒക്കെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പ്ലേസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പ്ലാന്. അപ്പോൾ മോസ്റ്റ്ലി ഞാനതിൽ 2 എപ്പിസോഡായിട്ടായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രാവൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ റൂമിലിറങ്ങി ഈ പാർക്കിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, എല്ലാ ദിവസവും രാവിലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അതിലൊന്നും പ്രശ്നങ്ങളോ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. റോഡൊക്കെ നല്ല വൃത്തിയായിട്ടാണ്. സൈഡിലത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. സമയം 9 മണി ആയെന്നുണ്ടെങ്കിലും വെയിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. സൺ മോളിലുണ്ട്, പക്ഷേ അങ്ങനെ കത്തി കയറിയിട്ടില്ല. അതേ കുറേ ഉസ്ബെക്ക് ഗേൾസ് നടന്ന് പോകുന്നുണ്ട്, ലേഡീസ്. അപ്പോൾ ഞാനെങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേ അവിടെ ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം ഇത് റണ്ണിങ് അല്ലായിരുന്നു. അവിടെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നടക്കുകയാണ്. ആ റോഡൊക്കെ കിടക്കുന്ന കിടപ്പ് നോക്കിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ ബസ്സുകളും സംഭവങ്ങളൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്. നമുക്ക് 3-ാം നമ്പർ ബസ് അല്ലെ 73-ാം നമ്പർ ബസ്സാണ് നമുക്ക് എടുക്കേണ്ടത്. ഓരോ നമ്പറിലുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇതുവഴി വന്നും പോയൊക്കെ ഇങ്ങനെ നീക്കും. കണ്ടില്ലേ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ബസ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, ആൾക്കാരൊക്കെ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്താറായിട്ടുണ്ട്. 2-ാം നമ്പർ ട്രാം നിങ്ങൾക്ക് കാണാൻ കണ്ട. റോഡിൽ കൂടെ ബസ്സും പോകുന്നു, ട്രാമും പോകുന്നു. അപ്പോഴത്തേക്ക് കണ്ട റോഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രാമിൻ്റെ ലൈനുകളും ബസ്സിൻ്റെ ലൈനും ഒക്കെ കാണാം. മുകളിൽ ഇലക്ട്രിക് ലൈനിൽ കൂടെയാണ് ആ ട്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, 2 ലൈനുകളുണ്ട്, അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതായിട്ടുള്ള ആ ട്രാമിൻ്റെ ലൈനുകൾ നിങ്ങൾക്ക് റോഡിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നോക്കി, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ. ബസ്സിൽ ഓൾമോസ്റ്റ് എത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലെല്ലാം 2000 സോമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 2000 സോം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 11, 13, 14 രൂപ കണ്ട് അത്രയും കണ്ടേ ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കൊക്കെ അവിടെ ഒരു സ്കാനർ വെച്ചേക്കുന്നുണ്ട് ബസ്സിൽ. കണ്ടില്ലേ, ആ സ്കാനറിനകത്ത് സ്വൈപ്പ് ചെയ്യുന്ന കാർഡ് അവൈലബിൾ ആണ്. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം. ഇപ്പോൾ ഏത് ലോക്കൽ ട്രാൻസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബസ് എടുക്കുന്നു, അല്ലെങ്കിൽ ട്രാം എടുക്കുന്നു, മെട്രോ എടുക്കുന്നു, റിഗാർഡ്ലെസ് ഓഫ് ദി ഡിസ്റ്റൻസ്, നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല. ബസ്സിൽ കയറി ഇറങ്ങുന്നതിന് 2000 സോം കൊടുക്കണം കേട്ടോ. ആ 2000 സോം നിങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പ് മുതൽ അവസാനം വരെ യാത്ര ചെയ്താലും അവസാനത്തെ 2 സ്റ്റോപ്പിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കയറി ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ 2000 സോം കൊടുക്കണം. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കാരണം ഡിസ്റ്റൻസിന് പ്രശ്നമല്ല പൈസ. ഇവിടെ 2000 സോം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ. അത് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു 2000 സോം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെ ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. അങ്ങനെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ നടന്ന് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ആ വോക്സാൽ അതിനെ കാണാനായിട്ട് പറ്റും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു ഇച്ചിരി വൈബുള്ള സ്ഥലമാണ്. അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ സമർഖണ്ഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സമർഖണ്ഡ് വോക്സാൽ. മഴ വരുന്നുണ്ടോ? ചെറിയൊരു മഴത്തുള്ളിയാണ് എൻ്റെ പുറത്തേക്ക് വീണത്. ചെറിയൊരു മഴത്തുള്ളി എൻ്റെ പുറത്തേക്ക് വീണത്. രാവിലെ ഇച്ചിരി ക്ലൗഡിയാണ്. അതിന് കറുത്ത കണ്ണാട വെച്ചേക്കാൻ തോന്നിയാണോ? അല്ലല്ല, പക്ഷെ വെയിലില്ല. പക്ഷേ ചെറിയൊരു മഴയുണ്ട്. നല്ല തണുപ്പടിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ പുറത്തോട്ട്.
അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബസ് കയറി അതേ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്നിറങ്ങി. ഇനി ഈ ഒരു ഏരിയ കവർ ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള ഷോപ്പിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് ആ ഒരു ട്രാം കയറിയിട്ട് നേരെ സിയോ ബസാർ സൈഡിലേക്ക് പോകും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സൈഡിലൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കയറി റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ വരാം. അതാണ് എൻ്റെ ഒരു ഇത്. യെസ്. അപ്പോൾ ഞാൻ അതേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡിൽ കൂടെ. യെസ് ദാറ്റ് ഈസ് എ മഴത്തുള്ളി. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. മഴ പെയ്യുന്നതാണോ ഇനി സിദ്ദിഖ് ബ്രോ പറഞ്ഞ കണക്ക് മരം പെയ്യുന്നതാണോ അറിയാൻ വയ്യ. എന്തായാലും നടക്കുക. ഞാനിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള നാലുംകൂടി ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ദേ ഒരു ട്രാം അവിടെ കിടക്കുന്ന കാണാൻ കണ്ട ദൂരെ ഒരു ട്രാം കിടക്കുന്നുണ്ടല്ലേ. ആ റൂട്ടിലാണ് ആക്ച്വലി നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ദേ ആ ഒരു സൈഡിലേക്കാണ് നമുക്ക് ട്രാം പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ കാണാം. ഇവിടെ നമുക്ക് ഇതേ കണക്കുള്ള സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വേണേൽ റൗണ്ട് അടിച്ചിട്ട് വെച്ചിട്ട് പോകാനായിട്ട് പറ്റും. ഇവിടെ ഒരു വോക്സാൽ മാർക്കറ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മോൾ കണക്കുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ അത്യാവശ്യം സ്ട്രീറ്റിൽ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ. ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേ കണ്ടില്ല ഒരു ചേച്ചി ഇരുന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാഴ്ച ദേ കണ്ടില്ല ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കുറച്ച് പോകണം, എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇങ്ങോട്ട് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു സൈഡിലായിട്ട് എങ്ങും കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. മോട്ടറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവിടെ ഒരു കോർസിംഗ ഉണ്ട്. കോർസിംഗ സൂപ്പർ മാർക്കറ്റ് ചെയിൻ. അപ്പോൾ ഇവിടെ കുറേ ഷൂവിൻ്റെ ഷോപ്സ് കാര്യങ്ങൾ, സെറോക്സിൽ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് അത് ഇത് ചപ്പ് ചവറൊക്കെ കിട്ടുന്ന കുറേ കടകളും കാര്യങ്ങളൊക്കെ ദേ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഒരു വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളെന്തായാലും സിയോ ബസാർ എന്ന് പറയുന്ന മാർക്കറ്റിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഫ്രഷ് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതൊക്കെ നല്ല മാട് സൈസിലുള്ള സ്ട്രോബെറി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തോട്ട് പോട്ടെ. ഇതാണ് ആ ഒരു കോർസിംഗ മാർക്കറ്റിൻ്റെ ആ ഒരു സൈഡിലുള്ള ദൃശ്യം. നമ്മളിനിയിപ്പം നേരെ ട്രാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. കാരണം നമുക്ക് വേറെ അധികം കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്ന്. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റ് പൊട്ടിയടിച്ച് കയറുന്നുണ്ട്. ആ ഒരു ചെറിയൊരു മന്ദാരം മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും കണ്ടുള്ള സംഭവമാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഷെവർലെയാണ് ആക്ച്വലി ഉള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് വേറെ ബ്രാൻഡുകളും കാണാം. ഞാൻ കിയ കണ്ടു, ഹ്യുണ്ടായി കണ്ടു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവിടുത്തെ ഷെവർലയ്ക്ക് എന്തോ വലിയൊരു എന്താ പറയുക മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റാണ് അതിൻ്റെ ഒരു മേൽനോട്ടോ ഷെയറോ അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു വണ്ടികൾ മാത്രം എന്താ പറയുക ഇറങ്ങണം എന്നുള്ളൊരു സംഭവം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം വേറെ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാം. എങ്കിലും ഒരു 95% ഷെവർലെ വണ്ടികളാണ് കേട്ടോ. 4 വീലറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഇവിടെ. പിന്നെ സീറ്റ് ബെൽറ്റ് ഒന്നും നിർബന്ധമില്ല തോന്നുന്നു. ആരും സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബൈക്കുകളില്ല റോഡിൽ. ഇന്നലെ ഒരു ഡെലിവറി ബൈക്ക് കണ്ടു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ റോഡിലെങ്ങും ബൈക്കുകളില്ല കേട്ടോ. എല്ലാം 4 വീലറുകളാണ് ആക്ച്വലി. ഒറ്റ ബൈക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ ഹ്യുണ്ടായിയുടെ വണ്ടി, പറഞ്ഞ നാക്കടത്തില്ലേ ഹ്യുണ്ടായി. ബട്ട് ഒബ്വിയസ്ലി കാരണം ഒരു കമ്പനിക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു എന്താ പറയുക രാജ്യം ഗ്രോത്ത് ആവത്തില്ല. മൾട്ടിപ്പിൾ കമ്പനീസ് വരണം, അവർ ഇൻവെസ്റ്റ് ചെയ്യണം. അതിലൂടെയൊക്കെ മാത്രമേ ഒരു രാജ്യം വളരൂ. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇവിടെ ഒരുപാട് വേറെ കമ്പനീസിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലത്തെ കുറേ ഷോപ്പിംഗ് റോഡ് സൈഡിൽ കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ അവിടെ കുറേ തുണി കച്ചവടം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ. ആൻഡ് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു സൈഡിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും റോഡ് സൈഡിൽ ഇങ്ങനെ എന്താ പറയുക ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക ഭിക്ഷാടനം പോലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ ഈ റോഡ് സൈഡ് ഫുൾ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. സുഹൃത്തുക്കളെ ഇവിടെ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു സത്യാവസ്ഥ അറിഞ്ഞത്. ഇന്ന് 2ാം നമ്പർ ട്രാം ലൈൻ ഇന്നില്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ട്രാമുകളെല്ലാം ഒന്നാണ് കേട്ടോ. അപ്പോൾ ആ 1ാം നമ്പർ ഓടിക്കുന്ന ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന് 2 ബന്ധാണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ നോക്കേണ്ടി വരും. നമ്മളിന്ന് അപ്പം ബസ്സിൽ കയറിയിട്ട് നമുക്ക് നേരെ സിയോ ബസാറിലോട്ട് പോകാം. അപ്പം ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നേരെ അങ്ങോട്ട് പോകുന്നു സിയോ ബസാർ.
അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ബസ്സൊക്കെ കയറിയിട്ട് നമ്മളിവിടെ ഷായി സിന്ദ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സമർഖണ്ഡിൽ വരുന്ന എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് പോയിട്ടിരിക്കേണ്ട മറ്റൊരു ഹിസ്റ്റോറിക് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. ഇത് ആക്ച്വലി റിച്വൽ ബിൽഡിങ്സും മസോളിയംസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ചർ ബിൽഡിങ്സുകളാണ് ഷായി സിന്ദ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഷായി സിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഒരു മഴച്ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴികളിൽ നമുക്കിതേ കണ്ടില്ലേ, ഇവിടെ ടിപ്പിക്കലായിട്ടുള്ള അവരുടെ ആ ഒരു കളർഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാച്ചിങ് ആയിട്ട് കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സ്ഥലത്തോട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, വന്നും പോയൊക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഐസ്ക്രീം ഭയങ്കര ഇതാണ് കേട്ടോ. ലോക്കൽ ഐസ്ക്രീമും ബ്രാൻഡഡ് ഐസ്ക്രീമും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡുകളിൽ ATM ബാങ്കും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് എന്താ പറയുക, കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ആ ഒരു മൊസോളിയം അങ്ങ് ബാക്കിലോട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വിസിറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും അവരുടെ ഉസ്ബെക്കിലും റഷ്യനിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം സ്ത്രീകൾ എന്താ പറയുക ഡീസൻ്റായിട്ട് ഡ്രസ്സ് ധരിക്കണം എന്നും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി അവരുടെ ഒരു ഷ്രെൻസാണ്. ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം സംഭവങ്ങളുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പം കണ്ടില്ലേ ആ ഒരു ഷായി സിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു ആർച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. മഴ പൊടിയുന്നുണ്ടേ ബൈ ദ വേ. കമോൺ, ചുറ്റിനും നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ അകത്തുറങ്ങാം. കണ്ടില്ല, ഇതാണ് ഷാക്ക് ഈ സിന്ദ എന്നാണ് സംഭവം. എൻസംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ കാണാം. എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, ആൾക്കാർ അങ്ങനെ കയറി പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ കണ്ടില്ലേ, ഇതാണ് അടിപൊളി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷായി സിന്ദ മെമ്മോറിയൽ കോംപ്ലക്സ് ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ഫൗണ്ടഡ് ഇൻ 11-13 നൂറ്റാണ്ടുകൾ. 11നും 13-ാം നൂറ്റാണ്ടിനും ഇടകളിൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ മെമ്മോറിയലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, വെരി നൈസ്. ഷായി സിന്ദയിലെ ടിക്കറ്റും ചാർജുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഫോറിനേഴ്സിന് 40,000 രൂപയാണ് ആക്ച്വലി ഫോറിനേഴ്സിന് വരുന്നത്. ദെൻ കുട്ടികളുടെയും മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. 40,000 ആണ് ആക്ച്വലി ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളത് കണ്ടില്ലേ, അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ. ഇവിടെ ആക്ച്വലി ചെക്കിങ്ങിനൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 40,000 സോമാണ് ആക്ച്വലി ഈ ഒരു ഇവിടുത്തെ 40,000 എന്ന് പറയുമ്പോഴേക്ക് 400 രൂപയും 300 രൂപയും കണ്ടൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് കയറാനുണ്ട്. മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ സംഭവം, ഫുള്ള് ബ്ലൂ ആണ് ഇവരുടെ തീം ആക്ച്വലി. ഇപ്പോൾ ടൂറിസ്റ്റ് പോലീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. ചേട്ടൻ കോട്ടയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളി. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട്, ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ. മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് കണ്ടില്ലേ. അപ്പോൾ നമ്മളിനിയിപ്പം പതുക്കെ മുകളിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി വന്ന ഖുതബ് ഇൻ അബ്ബാസ്, പേർഷ്യയിൽ നിന്ന് ഒറ്റ വന്ന ആളാണ്. അപ്പോൾ ആളിൻ്റെ റിമംബറൻസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഷായി സിന്ദ, ലിവിങ് കിങ്, അങ്ങനെയാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് സംഭവം. അപ്പോൾ ആ ഒരു ഖുതബ് ബിൻ അബ്ബാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആക്ച്വലി 11-13-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു സമയത്തൊക്കെയായിട്ട് 3 ടൈപ്പ് ഓഫ് ബിൽഡിങ്സുകളാണ് നമുക്ക് ആക്ച്വലി ഈ ഏരിയയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ 2 മകുടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും.
ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിനി പോകുന്നുണ്ട്. അതെന്തായിരുന്നു പ്രസിഡൻറ്റിൻ്റെ എന്തോ ഒരു ടോംബാണ് ആക്ച്വലി. നമ്മൾ കയറി വന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ ഇത് കണ്ടില്ലേ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കി ആ ഒരു ബ്ലൂ കെട്ടിടം പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈവാണ് കേട്ടോ. ആൾക്കാരൊക്കെ പറന്ന് നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് ചരിത്രപരമായിട്ടൊക്കെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. ദേ കണ്ട എൻ്റെ മോനെ, ഒരു രക്ഷയില്ല, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ആർക്കിടെക്ചർ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഗൈഡഡ് ടൂറൊക്കെ ആക്ച്വലി അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഗൈഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് പോകുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ ഇതൊരു മസോളിയമാണ്, തുഗ്ലക് തെക്കിൻ മസോളിയം എന്ന് പറഞ്ഞിട്ട് 1376 അമീർ ഹുസൈൻസ് മദറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. വൺ ഓഫ് ദ കമാൻഡേറ്റേഴ്സ് അമീർ തിമൂർ. അമീർ തിമൂർ ആണ്, അറിയാമല്ലോ, ഉസ്ബെക്കിസ്ഥാൻ്റെ വലിയ ടീമായിരുന്നു അമീർ തിമൂർ. പുള്ളിയുടെ റിമംബറൻസോടെ ബന്ധപ്പെട്ട് ഒരുപാട് സാവർജിക മൗസുക്ലീർ എൻ്റെ രാജ്യത്തുണ്ട്. അപ്പോൾ പുള്ളിയുടെ മദറായിരുന്നു ആക്ച്വലി അമീർ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അവരെ അടക്കം ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത് ആക്ച്വലി. ഇതേ കണ്ടില്ലേ. ആൻഡ് ഇവിടെ നിന്നിട്ട് നമുക്കിത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് അമീർ സോണ്ട മസോളിയം എന്നാണ്. അത് അമീറിൻ്റെ മകൻ്റെ എന്താ പറയുക മസോളിയമാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോരോ മസോളിയംസാണ് ആക്ച്വലി. കൂടുതലും ഈ പറയുന്ന അമീർ തിമൂർ ഉണ്ടല്ലോ, ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ പണ്ട് ഭരിച്ചിരുന്ന ഒരു എന്താ പറയുക ചക്രവർത്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പുള്ളി ഇച്ചിരി കർക്കശക്കാരനാണെന്നൊക്കെയാണ് ഞാൻ പലരും വായിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം പുള്ളിയുടെ എന്താ പറയുക ആൾക്കാരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയേറെ മസോളിയംസാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ടുള്ളത്. അപ്പം നിങ്ങളില്ലേ കളർ സ്ട്രക്ചറാണ് രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഈ മസോളിയത്തിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കേ. ആ ലൈറ്റിൻ്റെ ഷെയ്ഡൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ഭയങ്കര എന്താ പറയുക ഡീറ്റെയിൽഡാണ് ആക്ച്വലി. വാവ്, ആ സംഭവത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് നോക്കി കണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട്. നീല നീല നീല, എവിടെ നോക്കിയാലും നീല. നോക്കേ, ഇതെല്ലാം ഓരോരോ മസോളിയംസാണ് കേട്ടോ ആക്ച്വലി. ഓരോന്നകത്തും കയറിയിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞത് ആക്ച്വലി ഖുജ അഹമ്മദ് മസോളിയമാണ്. ബിൽറ്റ് ഇൻ 14th century, one of the monuments in of the northern part with the finest carved glazed terracotta. Thank you. കണ്ടില്ലേ, രക്ഷയില്ല കേട്ടോ ഈ സാധനം. ഓക്കെ, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ആർക്കിടെക്ചർ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇവരുടെ തന്നെ ടിപ്പിക്കലായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. തൊപ്പി, അവരുടെ ഒരു ഇത്, കളർഫുൾ ബാഗ്, എനിക്ക് പറ്റിയ ഐറ്റംസാണ് കേട്ടോ എല്ലാം. ഞാനതിനൊക്കെയുള്ള മൾട്ടി കളർ സാധനങ്ങൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ്. അതേ കണ്ടില്ലേ, ഇതിനകത്തൊക്കെ നല്ല വിലയായിരിക്കും, നമുക്ക് വേറെ അത് മേടിക്കാം. അപ്പോൾ ഷാഹിസിന്തയിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ദേ ഇത്രയാണ്. കുറേയധികം മോണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും അമീർ തിമൂറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
ആൾക്കാരുടെ മോൺമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എല്ലാവരും പഴയ സംഭവങ്ങളാണ് കേട്ടോ. ആ കട്ടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതവരങ്ങനെ ആക്ച്വലി ചിലതൊക്കെ റിനോവേറ്റ് ചെയ്ത് ടച്ചപ്പ് ചെയ്ത് ഭയങ്കര കളർഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇപ്പം ഷായിസിന്തയിൽ നിന്നും പതുക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അത് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂം വരെ നടന്ന് തന്നെയാണ് അവിടെ പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഷായിസിൻ്റെ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഹസ്രത്ത് ഖിസർ മോസ്കും പ്രസിഡൻസ് ടോംബും ആണ് കാണാനുള്ളത്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അത് ആക്ച്വലി ഉള്ളത്. അപ്പോൾ നമുക്ക് ഷായിസിൻ്റെ തന്നെ നമുക്ക് പതുക്കെ നടന്നിട്ട് ഈ പറയുന്ന പ്രസിഡൻസ് ടോംബിലും ആ ഒരു മോസ്കിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. അവിടുന്ന് പിന്നീട് നമ്മൾ നേരെ ഷിയോ ബസാറിലേക്ക് പോകും. ഷിയോ ബസാറിന് അടുത്ത് വീണ്ടും ഒരു മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിലേക്ക് പോകും കേട്ടോ. ഉസ്ബെക്ക് പീപ്പിളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആക്ച്വലി, എക്സ്പെഷ്യലി ഫോർ ഇന്ത്യൻസ്. ബോളിവുഡിലെ ഷാരൂഖ് സൽമാൻ ടീംസിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. പുള്ളിയൊക്കെ ഹായ് ഒക്കെ കാണിച്ച് പോകുന്നുണ്ടാണ്. എല്ലാവരും നമ്മളങ്ങനെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഹായ് ഒക്കെ പറയും. ഭയങ്കര ഹാപ്പിയാണ് ഉസ്ബെക്ക് പീപ്പിൾ. സോ അപ്പോൾ ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഹസ്രത്ത് ഖിസർ മോസ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഇതാണ് ഹസ്രത്ത് ഖിസർ മോസ്ക്. ഇവിടെയും കുറേയധികം ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്. തിരിച്ച് അത് കഴിഞ്ഞ് നമുക്കിത് ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് സിയോ ബസാർ. ഇത് ആക്ച്വലി ഇഷ് വക്തി എന്ന് പറഞ്ഞ സംഭവമാണ്. 8 മണി തൊട്ട് 5:30 മണി വരെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. അപ്പോൾ നമ്മൾ ഇത് കാണാനായിട്ട് അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഇസ്ലാം കരീമോവ്. ഉസ്ബെക്കിസ്ഥാൻ ഈസ് ഓൾ അബൌട്ട് ഇസ്ലാം കരീമോവ് ആൻഡ് അമീർ തിമൂർ. ഇവർ രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഉള്ളത് കേട്ടോ. ആൻഡ് അയ്യോ, അപ്പോൾ ഇത് കണ്ടില്ലോ, ഇതുപോലെ ആയിട്ടാണല്ലോ. ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ പ്രസിഡൻസ് ടോംബാണ് കേട്ടോ. ദിസ് ഈസ് സേക്രഡ് ആൻഡ് eternal place where the first president of the Republic of Uzbekistan, the great statesman and politician, the respectful and honorable son of Uzbek people, Islam Karimov first. ഇതാണ് ആക്ച്വലി പ്രസിഡൻറ്റ് ടോംസ്. അതായത് ഇസ്ലാം കരീമോവ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആയിരുന്നു. പുള്ളിയാണ് ഉസ്ബെക്കിസ്ഥാനെ ഇപ്പം കാണുന്ന ഉസ്ബെക്കിസ്ഥാനായി മാറ്റിയതെന്നാണ് ചരിത്രം പറയുന്നത്. പുള്ളിയുടെ ശവകുടീരമാണ് കേട്ടത്. ഇത് കണ്ടില്ലേ, കിട്ടിലിനായിട്ടാണ് പണി എഴുപ്പിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് കയറാനായിട്ട് എൻട്രൻസ് ടിക്കറ്റും കാര്യങ്ങളും ഫോട്ടോ എടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നോക്കിക്കേ, കണ്ടില്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, അല്ലേ, അവിടെ ഒരു മോസ്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ബിബി ഖിയോൺ മോസ്ക് അങ്ങനെ എന്തോ കണ്ടാണ് സംഭവം. അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷിയോ ബസാർ നമുക്ക് കാണാനായിട്ട് പറ്റും. സൗത്ത് മാർക്കറ്റ്, ഷിയോ ബസാർ, ആ ഒരു ഏരിയയാണ് ഈ കാണുന്ന ഇത്രയും സംഭവങ്ങൾ. എന്താ പറയുക, നമ്മുടെ സമർഖണ്ഡിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു സെറ്റ് വ്യൂ ഉണ്ട്, ഹൃദയം വ്യൂ. ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ശവകുടീരത്തിന് മുമ്പിലായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ദിസാണ് ഹസ്രത്ത് ഖിസർ മോസ്ക് എന്നാണ് അതിൻ്റെ പേര്. 11നും 19-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ച് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ്റെ ഇടയിലുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പള്ളിയാണ് ആക്ച്വലി ഈ ഹസ്രത്ത് ഖിസർ മോസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ആ ബെബിക്വിനീൻ മോസ്കിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു ഹസ്രത്ത് ഖിസർ എന്ന് പറയുന്ന സംഭവം, ഖിസർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് പ്രവാചകനുണ്ട്. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുടെ പേരുമായി റിലേറ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ കളർഫുള്ളായിട്ട് ബ്ലൂ തീമിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടെ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഒരു പള്ളിയുടെ വ്യൂ ഒക്കെ കണ്ട
ഇവിടെ നോക്കി ഉസ്ബെക്കിസ്ഥാൻ്റെ കെട്ടിടങ്ങളുടെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ആ ഒരു റീജിയനിലായിട്ട്. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഷിയോ ബസാർ സംഭവങ്ങളൊക്കെ ഇത് കണ്ടില്ലേ. ഇവിടെ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഹസ്രത്ത് ഹിസറിൻ്റെയും പ്രസിഡൻറ്റ് ടോംബിൻ്റെയും ഷിയോ ബസാറിൻ്റെയും ഒക്കെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടാലോ. ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണും. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.